ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ ഫ്രണ്ട്സ്. അതിനാവശ്യം നമ്മളിവിടെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മട്ടൺ മസാല, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിന് ശേഷം നമുക്ക് ഇത് കുക്ക് ചെയ്യാനെടുക്കാം. ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് കുക്ക് ചെയ്യാൻ വെക്കുവാണേ. ഇനി 3 വിസിലടിച്ചപ്പോഴേ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ കുക്കിംഗ് നോക്കാം. ഞാൻ ബിരിയാണി കുക്ക് ചെയ്യാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഒരു 3 ഏലയ്ക്ക, 2 കഷ്ണം പട്ട, ഗ്രാമ്പ്, നമ്മൾ ബിരിയാണി ഇല ഇത്ര നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് 1 നാരങ്ങയുടെ പകുതിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് നീരെടുക്കുവാണേ. അത് നമ്മൾ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി നമ്മൾ അരി ചേർക്കുക. ഞാൻ അരി കഴുകി 1/2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം വേണം ഞാൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരി എടുക്കുമ്പോൾ 2 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത്. നമ്മൾ വെള്ളം കറക്റ്റായിട്ട് വെച്ചാൽ തന്നെ നമുക്ക് കുക്കറിൽ ബിരിയാണി കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ പകരം ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് കാഷ്യൂനട്ട് മുന്തിരി എല്ലാം വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മുന്തിരിയും കാഷ്യൂനട്ടും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. ഉള്ളിയൊക്കെ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മൾ മട്ടൺ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 പീസ് പട്ട, ഏലയ്ക്ക, ഗ്രാമ്പ് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇതിന്ന് ഒരു നല്ല മണം വരുമല്ലോ. ഈ മസാലയുടെ മണം വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നല്ല വതക്കി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വതക്കിയെടുക്കാവേ. ഇത് നന്നായിട്ട് വതങ്ങി വരണവരേക്കും നമുക്ക് വതക്കിയെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേ സമയം വേണം നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാൻ. ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മട്ടൺ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് വതങ്ങി വരണം ഈ എണ്ണയിലേക്ക്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വതങ്ങി വന്നതിന് ശേഷം നമ്മൾ 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അതും ചേർത്ത് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. 3 സവാള നമ്മൾ നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മട്ടന് നല്ലൊരു ടേസ്റ്റാണ്. മട്ടൻ കറിക്ക് നമ്മൾ ബിരിയാണിക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ. ഇനി ഇതൊക്കെ നന്നായിട്ട് വതങ്ങി വന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മൾ മട്ടൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൻ വേഗം വെച്ചല്ലോ 2 ഗ്ലാസ് വെള്ളം. ആ വെള്ളം മാത്രം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരട്ടെ. വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മ് ചെയ്യാവേ. ഞാൻ 1 ലെയറായിട്ട് തന്നെയാണ് ദമ്മ് ചെയ്യുന്നത്. അവിടെ ചോറ് നമുക്ക് ഒന്നൊന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്പൂൺ നെയ്യിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ് നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉള്ളിയും മുന്തിരിയൊക്കെ വറുത്തതും, മല്ലിയില, പുതിനയില ഇതൊക്കെ വറുത്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ദം ചെയ്യാൻ വെക്കണേ. നമ്മൾ തീ സ്ലോയിൽ വെച്ചിട്ട് വേണം ഇത് 5 മിനിറ്റ് ദം ചെയ്തെടുക്കാൻ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ദം ചെയ്ത് വന്നിട്ടുണ്ട്. ഈ തുറക്കുമ്പോഴേ ആ മസാലയുടെ ഒക്കെ മണം കൊണ്ട് നല്ലൊരു മണമാണ്. ഇനി ഞാൻ ഇത് കാണിച്ചു തരാവേ. കോരി കണ്ടോ, നമുക്ക് 2 കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മേളിലൊക്കെ മഞ്ഞ കളറ് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തല്ലോ, അതിൻ്റെ കളറും ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ ഓണത്തിനൊക്കെ തയ്യാറാക്കി നോക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.